മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ സഹായ വാഗ്ദാനം ചെയ്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ കത്ത് പുറത്ത്. 9-ാം തീയതി ലഭിച്ച കത്തിന് 13-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു. 10-ാം തീയതി തന്നെ മറുപടി അയച്ചില്ല എന്നായിരുന്നു ആക്ഷേപം. ഷീജ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, വലിയ വാർത്തയായിരുന്നു. കർണാടകയുടെ സഹായം കേരളം സ്വീകരിക്കുന്നില്ല, അതിനോട് നമ്മൾ ഒരു മറുപടിയും നൽകിയില്ല, റെസ്പോൺസ് ചെയ്തില്ല എന്നായിരുന്നു കർണാടകയുടെ വലിയ രീതിയിലുള്ള ആക്ഷേപം. പക്ഷേ കൃത്യം 9-ാം തീയതി കത്ത് കിട്ടുന്നു. കർണാടക മുഖ്യമന്ത്രിയുടെ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള കത്ത് 9-ാം തീയതി ലഭിക്കുന്നു. ആ കത്തിന് മറുപടി കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോകുന്നത് കൃത്യം 13-ാം തീയതിക്കാണ്. അതിനുള്ളിൽ തന്നെ ഈ സഹായ വാഗ്ദാനം നമ്മൾ നിരസിച്ചു, അതല്ലെങ്കിൽ അതിന് മറുപടി കൊടുത്തില്ല എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഇതിൽ കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ വരികയാണിപ്പോൾ. തീർച്ചയായും വിനിഷ, അതായത് വയനാട്ടിൽ 100 വീടുകൾ വെച്ച് നൽകാം എന്ന് പറഞ്ഞിട്ടും സംസ്ഥാനത്ത്, അതായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മറുപടി നൽകുന്നില്ല എന്ന തരത്തിൽ 10-ാം തീയതിയായിരുന്നു ചില മാധ്യമങ്ങളിൽ വാർത്ത പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇതിന്റെ വസ്തുത സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ കത്തിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. കർണാടക മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് അയച്ച ഔദ്യോഗിക കത്തെന്ന് പറയുന്നത് ഡിസംബർ 9-ാം തീയതിയായിരുന്നു. ഇതിന് കൃത്യം 2 ദിവസം മുൻപ്, അതായത് ഡിസംബർ 6-ന് കർണാടക ചീഫ് സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന് കത്ത് നൽകിയാണ് ദുരന്തമുണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് അത് മാത്രമാണ്. അന്നാണ് കർണാടക സർക്കാർ ഔദ്യോഗികമായി പുനരധിവാസ സഹകരണത്തിനുള്ള ഒരു പിന്തുണ കേരള സർക്കാരിനെ രേഖാമൂലം അറിയിക്കുന്നത്. സിദ്ധരാമയ്യ കത്തയച്ചതിന് പിറ്റേ ദിവസം സിദ്ധരാമയ്യയുടെ കത്തിന് കേരളം മറുപടി നൽകില്ല എന്ന തരത്തിലായിരുന്നു പക്ഷേ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. പക്ഷേ സിദ്ധരാമയ്യയുടെ കത്തിന് 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകാൻ സാധിക്കില്ലല്ലോ എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഏതായാലും കൃത്യമായ രീതിയിലുള്ള ഈ ഒരു മറുപടിയിൽ വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ സംസ്ഥാന സർക്കാർ സിദ്ധരാമയ്യയ്ക്ക് ഡിസംബർ 13-ന് മറുപടി നൽകിയിട്ടുണ്ട്. ഈ വയനാട് ദുരന്തബാധിതർക്ക് കർണാടക സർക്കാർ 100 വീടുകളാണ് വെച്ച് നൽകാമെന്ന് പറഞ്ഞത്. ഇതിന് നന്ദി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ ദിവസം തന്നെ, വാർത്ത വന്ന ദിവസം തന്നെ ട്വീറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഔദ്യോഗികമായിട്ടുള്ള ഈ ഒരു അറിയിപ്പ് വരുന്നത്. പക്ഷെ അതിനുശേഷം നൽകിയിട്ടുള്ള ഈ ഒരു മറുപടിയിൽ കൃത്യമായ രീതിയിൽ അതിനുള്ള നന്ദി അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീട് വെച്ച് നൽകാനാണ് കർണാടക സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പക്ഷേ പ്രഖ്യാപനത്തിന് ശേഷം കേരള സർക്കാർ പ്രതികരിച്ചില്ല എന്നുള്ള കോൺഗ്രസിന്റെ പ്രചരണം അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് എന്നുകൂടി ഇതിൽ നിന്നും വ്യക്തമാകുന്നു. സിദ്ധരാമയ്യയുടെ പരസ്യ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വയനാട് റീഹാബിലിറ്റേഷന്റെ ചുമതലയുള്ള ഗീത IASന്റെ ഓഫീസിൽ നിന്നും ഫോണിൽ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചിരുന്നു എന്നുള്ളതും മുഖ്യമന്ത്രി 13-ാം തീയതി അയച്ച കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പുനരധിവാസത്തിനായി ഒരു ടൗൺഷിപ്പാണ് വിഭാവനം ചെയ്യുന്നതെന്നും അതിനുള്ള ഭൂമി ഏറ്റെടുത്ത ശേഷം ഏകീകൃത സ്വഭാവത്തിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി വീട് നിർമ്മാണം ആരംഭിക്കും എന്നുമാണ് കേരളത്തിന് വേണ്ടി ഉദ്യോഗസ്ഥർ അറിയിച്ചത് എന്നുള്ള കാര്യവും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ട് പോലും പക്ഷേ ഇതിനെ രാഷ്ട്രീയ ദുഷ്ടരാക്കോടെ ചിലർ വാർത്തയാക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇതിനെ ഒരു വാർത്തയാക്കി മാറ്റി എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കത്ത് പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. വിനിഷ. ഷീജ, പൂർണ്ണമായും കൃത്യമായ പദ്ധതിയുണ്ട് കേരള സർക്കാരിന് മുൻപിൽ. പുനരധിവാസം എന്ന് പറയുന്നത് അത് പൂർണ്ണ തോതിൽ, ഏറ്റവും അവസാനത്തെ ദുരന്ത ബാധിതരനെ പോലും പൂർണ്ണ തോതിൽ പുനരധിവസിപ്പിച്ചിട്ടേ ചൂരൽമല ഇറങ്ങൂ, വയനാടിന്റെ ചുരം ഇറങ്ങൂ എന്ന് കേരള സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. മുഖ്യമന്ത്രിയായാലും റവന്യൂ വകുപ്പ് മന്ത്രിയായാലും ഇത് ആവർത്തിച്ച് പറയുന്നതാണ്. അത്തരത്തിൽ കൃത്യമായ പ്ലാൻ ഉണ്ട് പുനരധിവാസത്തെക്കുറിച്ച്. ടൗൺഷിപ്പ് നിർമ്മിച്ച് അവിടെ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് കൃത്യമായ പ്ലാൻ. അത് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഇത്തരം സഹായ വാഗ്ദാനങ്ങൾ, കർണാടക അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഹായ വാഗ്ദാനങ്ങൾ മറ്റൊരു സംസ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ അതിന് കൃത്യമായ നിയമ അടിസ്ഥാനത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് വിശദീകരിച്ചത്. അത് സ്വാഭാവികമല്ലേ? ഒരു കത്ത് വന്നതിന് പിന്നാലെ തീർത്തും 2 ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ 24 മണിക്കൂറിനകം ഒരു കത്തിന് മറുപടി നൽകണമെന്ന വാശി അത് തീർത്തും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, അതായത് കേരള സർക്കാർ, കർണാടക സർക്കാർ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, കോൺഗ്രസുകാരുടെ സഹായം നമ്മൾ ഏറ്റെടുക്കുന്നില്ല, കേരള സർക്കാർ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന ഒരു രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് ഇത്തരത്തിലുള്ള പടച്ചുവിട്ട വാർത്തകൾക്ക് പിന്നിൽ.
കേരള സർക്കാർ പ്രതികരിച്ചില്ല എന്ന വാർത്ത അടിസ്ഥാനരഹിതം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേരളത്തിന് വേണ്ടി പുനരധിവാസത്തിനായി, വയനാട് പുനരധിവാസത്തിനായി നൽകിയ സഹായ വാഗ്ദാനം കേരളം നിരസിച്ചു. അതല്ലെങ്കിൽ കേരളം അതിനോട് മറുപടി നൽകിയില്ല എന്നായിരുന്നു കർണാടകയുടെ വാദം. കർണാടക മുഖ്യമന്ത്രി കേരളത്തിലേക്ക് കത്തയക്കുന്നത്, കർണാടക ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നും കത്ത് വരുന്നത് ഡിസംബർ 9-നാണ്. അതിന് 10-ാം തീയതി ഈ കത്തിന് മറുപടി നൽകിയില്ല എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു. 13-ാം തീയതിയാണ് കേരള ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് കർണാടക മുഖ്യമന്ത്രിക്ക് മറുപടി കത്ത് പോകുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, കേരളം വിഭാവനം ചെയ്യുന്നത് ടൗൺഷിപ്പാണ്. ഈ ടൗൺഷിപ്പ് ഏകീകൃത പ്ലാൻ തയ്യാറാക്കി എല്ലാ വീടുകളും ഒരുപോലെ നിർമ്മിച്ച് എല്ലാ ദുരന്ത ബാധിതരെയും ഒരുപോലെ തന്നെ പുനരധിവസിപ്പിക്കാനാണ് കേരളത്തിൻ്റെ പ്ലാൻ. അത്തരത്തിൽ വ്യക്തമായ പ്ലാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുണ്ട്. അതിലേക്ക് ഈ സഹായ വാഗ്ദാനം പറ്റുമെങ്കിൽ അത് സ്വീകരിക്കാമെന്നത് കൃത്യമായി തന്നെ പറഞ്ഞതാണ്. അത് ഡിസംബർ 13-നാണ്. അതിലൊരു കാലതാമസം എന്ന് പറയുന്നത് കൃത്യമായ നിയമപരിശോധന. ഒരു സംസ്ഥാന സർക്കാർ മറ്റൊരു സംസ്ഥാന സർക്കാരിന് സഹായം വാഗ്ദാനം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ സ്വാഭാവികമായും മറ്റൊരു സംസ്ഥാന സർക്കാരിനെ മറുപടി മൂലം അറിയിക്കേണ്ടതിനെടുത്ത കാലതാമസം മാത്രമേ അതിൽ നിന്ന് വന്നിട്ടുള്ളൂ. കൃത്യമായ വിശദീകരണമാണ് കർണാടക മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് പുറത്തു വന്നതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.